ജെ വിൻസെന്റ് മാഷ്, കോൺഗ്രസ് പ്രതിനിധിയുടെ ആശങ്ക, അതിനോട് അങ്ങയുടെ ഒരു പ്രതികരണം. ചൈനയെ വിശ്വസിക്കാനാകുമോ? ഈ ചാണക്യ സൂത്രം അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: ആരെയും വിശ്വസിക്കരുത്, ആരെയും അവിശ്വസിക്കുകയും അരുത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അടിസ്ഥാനപരമായ പ്രമാണവും തന്നെയാണ്. നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെടുമ്പോൾ ഒരു രാജ്യത്തിനെയും പൂർണ്ണമായി അടിപ്പെട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ പൂർണ്ണമായി ശത്രുപക്ഷത്തോ നിർത്തിക്കൊണ്ട് രാജ്യാന്തരീയ ബന്ധങ്ങൾ അസാധ്യമാണ്. ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും നല്ല പാഠം 1950കളിൽ ഇന്ത്യ കണ്ണും പൂട്ടി ചൈനയെ സ്നേഹിച്ചു, വിശ്വസിച്ചു എന്നുള്ളതാണ്. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രമായിരുന്നില്ല, രണ്ട് ജനതകൾ തമ്മിലും വളരെ അടിയുറച്ച ബന്ധമുണ്ടായിരുന്നു. 1962 അത് പൊളിഞ്ഞല്ലോ. കാരണം രാജ്യാന്തരീയ ബന്ധങ്ങളിൽ ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകം മൾട്ടിപോളാറായി മാറിയ സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യങ്ങളുണ്ട്. ചൈനയുമായിട്ട് ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഇരു രാജ്യങ്ങളും സഹകരിച്ച് ഒരുമിച്ച് വികസനത്തിൻ്റെ പാതയിൽ മുന്നേറാനുള്ള അനന്ത സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഏത് ചെകുത്താനുമായിട്ടും ഡീൽ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? അപ്പോൾ അതുകൊണ്ട് അതിൽ പേടിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. അതേസമയം ലോകം മൾട്ടിപോളറായി മാറുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് അമേരിക്ക, യൂറോപ്പ് ലോകത്തെയാണ്. അവിടെ നാറ്റോ എന്ന സൈനിക സഖ്യം ഇപ്പോഴും നിലവിലുണ്ട് എന്നും അതിപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ കാണണം. ഇപ്പോൾ 2024 സ്വീഡൻ കൂടി അംഗമായതോടുകൂടി 32 രാജ്യങ്ങൾ അംഗമായ ഒരു സൈനിക സഖ്യമാണ് നാറ്റോ. അതിലേതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള അക്രമമായി കണക്കാക്കുകയും അതിനെതിരെ നാറ്റോ സൈനിക സഖ്യം ഒറ്റക്കെട്ടായി അണിനിരക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെതിരെ റഷ്യ നിലപാടെടുക്കുകയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാതൽ, അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് നാറ്റോ അംഗത്വമാണല്ലോ. അതുകൊണ്ട് ലോകം സാമ്പത്തികമായി അങ്ങേയറ്റം ഇൻ്റഗ്രേറ്റഡായി നിലനിൽക്കുമ്പോഴും സൈനിക സഖ്യം എന്ന നിലയിൽ നാറ്റോ ലോകത്ത് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മൾട്ടിപോളാറായി ലോകം മാറി, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും തന്ത്രപരമായി നാറ്റോ സഖ്യവും അമേരിക്ക അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന അമേരിക്കയാണ്. അത് ശക്തമായി അവിടെ നിലനിൽക്കുന്ന കാലത്തോളം മറ്റ് രാജ്യങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്. റഷ്യയ്ക്കുണ്ട്, ചൈനയ്ക്കുണ്ട്. അത് ഇന്ത്യക്ക് കൂടി ബാധകമാണ്. ഇന്ത്യക്ക് കൂടി ബാധകമാണെന്ന് പറയാൻ കാരണം ഒരു സൈനിക ശക്തി സൈനിക സഖ്യം എന്നത് സാമ്പത്തികമായിട്ടോ തന്ത്രപരമായോ യാതൊരു ബന്ധവുമില്ലാതെ നിലനിൽക്കുന്ന ഒന്നല്ല. അത് സാമ്പത്തിക രംഗത്തും നയതന്ത്ര രംഗത്തും തന്ത്രപരമായ ബന്ധങ്ങളിലെല്ലാം അതിൻ്റെ പ്രതിഫലനമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദീർഘകാലത്തേക്കുള്ള ഒരു തന്ത്രം മെനയിൽ പരിഗണിക്കുമ്പോൾ ഇന്ത്യക്കും അത് ബാധകമായി വരും. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതിർത്തി രാജ്യങ്ങൾ എന്ന നിലയിൽ ചൈനയുമായിട്ട് സഹകരിക്കുക തന്നെ വേണം. അക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് വളരെ ആശാവഹമാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതേസമയം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധമായിരുന്നു ഇന്ത്യയുടെ സംഘർഷത്തിൻ്റെ കാതലായിട്ട് നിന്നിരുന്നത്. കാരണം ചൈനയും പാകിസ്ഥാനും, ചൈനയുടെ ഒരു വാസൽ സ്റ്റേറ്റായിട്ട് പാകിസ്ഥാൻ നിൽക്കുകയും പാകിസ്ഥാൻ നിരന്തരമായി ഇന്ത്യയിലേക്ക് ടെററിസ്റ്റുകളെ കടത്തി വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമീപനത്തിൽ നിന്ന് ചൈന പിന്നോട്ട് പോയി ഭീകരവാദത്തെ പൊതുശത്രുവായി കാണുവാനും ഇന്ത്യ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി. ബാക്കിയുള്ളത് അതിർത്തി തർക്കമാണ്. അത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. കൊളോണിയലിസത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള മൻമോഹൻ ലൈനും അതിർത്തി തർക്കവുമാണ്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ബൗണ്ടറി ഇന്ത്യയും ചൈനയും തമ്മിലില്ല, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണുള്ളത്. അവിടെ നിരന്തരമായ ഡിപ്ലോമസിയിലൂടെ, ചർച്ചയിലൂടെ തന്നെയാണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടത്. ആ പ്രശ്നം പരിഹരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചൈന എപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനം 2 steps ഫോർവേഡ് 1 step ബാക്ക്വേഡ് എന്നാണ്. 2 സ്റ്റെപ്പ് മുന്നോട്ട് വരും, എന്നിട്ട് ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ അവൻ 1 സ്റ്റെപ്പേ പിന്നോട്ട് പോകുള്ളൂ. ആ 1 സ്റ്റെപ്പ് അവൻ്റെ കയ്യിലാകും. ഇത്തരത്തിലുള്ളൊരു സമീപനം ചൈനയ്ക്കുണ്ട്. പക്ഷേ അതുകൂടി മുൻകൂട്ടി കണ്ട് ചൈനയെ ഡീല് ചെയ്യണം. അതല്ലാതെ തൊട്ടവനെ തൊടില്ല എന്ന് പറഞ്ഞാൽ ഇന്നയാളെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരുമായിട്ട് ബന്ധമില്ല, ഇന്നയാളെ നമ്മളങ്ങ് കണ്ണും പൂട്ടി വിശ്വസിച്ചേക്കാം എന്ന രീതിയിലുള്ള ഒരു സമീപനം താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യാന്തരീയ ബന്ധങ്ങളിൽ അത് കരണീയമായിട്ടുള്ള ഒന്നല്ല. അവിടെ നമ്മൾ എറ്റേണൽ ഇൻട്രസ്റ്റ് ആണുള്ളത്. ആ ഇൻട്രസ്റ്റ് നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് മാത്രമല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കും.